ഒറിജിനൽ ബമ്പർസിന്റെ മറ്റൊരു എപ്പിസോഡ് കൂടെ ഇവിടെ ഇന്ന് എന്റെ ആവാൻ പോവാണ് സുഹൃത്തുക്കളെ. പക്ഷെ എന്റെ ഇതിനുണ്ട് ചേച്ചി, നമ്മുടെ ഈ സ്റ്റുഡൻസിനെ കാണുമ്പോ ഉണ്ടല്ലോ, ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു കാലഘട്ടം ഓർമ്മ വരും. പക്ഷെ ഇപ്പൊ അതിൽ നിന്നൊക്കെ എന്തുമാത്രം ചേഞ്ച് ആയി. ഹൈടെക് സത്യമൊക്കെ പണ്ടത്തെ സ്കൂള് പോലെയൊക്കെയാണോ ഇപ്പൊ? നിങ്ങൾ സ്കൂളിൽ പോണ്ടോ? 10ാം ക്ലാസ് വരെ പോയല്ലേ? പിന്നെ അത് തന്നെ നിരങ്ങി 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 നിരങ്ങി. പണ്ട് സ്മാർട്ട് ക്ലാസ് അങ്ങനെ ഒന്നും ഇല്ലല്ലായിരുന്നു. ഇല്ല 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 എടാ, ഇപ്പൊ ഏകദേശം 50,000-ത്തിലധികം സ്മാർട്ട് ക്ലാസ്സുകളുണ്ട്, ഹൈടെക് ക്ലാസ്സുകള്. പിന്നെ AI അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് പരിശീലനം ഇല്ലേ, അങ്ങനത്തെ പരിശീലനങ്ങളുണ്ട്. റോബോട്ടിക് ലാബുകളുണ്ട്, 3D മോഡലിംഗ് പരിശീലനമുണ്ട്. എന്തൊക്കെയാ ഉള്ളതെന്നറിയാവോ? അത് മാത്രമല്ല, 4 ലക്ഷം അമ്മമാർക്ക് ഇലക്ട്രോണിക്സ് ഇന്റർനെറ്റില് സൈബർ സുരക്ഷയുടെ പരിശീലനം കൊടുക്കുന്നുണ്ട്. അത് ചില്ലറക്കാർ. എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയതാ കേട്ടോ. നമുക്ക് ശരിക്കും ഈ സൈബർ സുരക്ഷ പരിശീലനം അമ്മമാർക്കല്ല, പെമ്പിള്ളേർക്കും ഒക്കെ അത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം ആണ് ചേച്ചി. ശരിക്കും പറഞ്ഞാൽ സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 550ഓളം പുതിയ സ്കൂൾ കെട്ടിടങ്ങളും വന്നിട്ടുണ്ട്. എടാ അത് മാത്രോ, 5000 കോടി രൂപയുടെ വികസനമാണ് ഇതുവരെ നടപ്പാക്കിയിട്ടുള്ളത്. ചെറിയ കാര്യമല്ല അതൊന്നും. ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് എല്ലാ മേഖലകളിലും. ശരിക്കും ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, സ്കൂൾ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം എന്റെ സ്കൂൾ ഗ്രൗണ്ടിൽ ഒരുപാട് പുതിയ കെട്ടിടങ്ങൾ വന്നു, ഒരുപാട് സ്മാർട്ട് ക്ലാസ്സസ് വന്നു. അതൊക്കെ കാണുമ്പോ ശരിക്കും പറഞ്ഞു അസൂയ തോന്നുകയാണ്. ശരിക്കും ഇപ്പോഴുള്ള ആൾക്കാർക്കല്ല എല്ലാ സൗകര്യങ്ങളും അല്ല അല്ലേ? പണ്ട് ആരോട് ചോദിച്ചത്? നിങ്ങളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കില്ലേ പഠിച്ചിട്ടുണ്ടാവുക? നിങ്ങൾ ശരിക്കും അല്ലേ, ഞങ്ങളെ പോലെ ഞങ്ങളുടെ സ്കൂളിൽ വന്ന് പഠിക്കും. ഇവർക്കൊക്കെ സ്മാർട്ട് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. സ്മാർട്ട് ക്ലാസ് AC ഒക്കെ കാണും മിക്കവാറും. കണ്ടോ? നമ്മളൊക്കെ ഓടിന്റെ കീഴെ ഇരുന്ന് ചൂടെടുത്ത് വേർത്ത് വെട്ടിയൊലിച്ച്. ദൈവമേ, അതുകൊണ്ടാണ് ഞാൻ പഠിക്കാൻ പറ്റാഞ്ഞ. എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടിയില്ല. അതെ അതെ അതെ. അയ്യോ, എന്നിട്ട് ഈ AC-ക്കകത്ത് നമ്മള് ഫുൾ AC-ക്കകത്ത് കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. എന്നാ ഒരു ഈ AC-ക്കകത്തിരുന്നുള്ള സുഖത്തോടു കൂടി തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. യെസ്.